കേരളത്തിൽ നല്ല ഈൽഡ് കിട്ടാൻ നല്ല സാധ്യതയുള്ള ഫ്രൂട്ട് മാത്രം ചെയ്യും. അല്ലാതെ ഇപ്പം വാഴ മാത്രം ചെയ്യുന്ന സ്ഥലത്ത് കുറെ വാഴ വെച്ചിട്ട് കാര്യമുണ്ടാ അല്ലേ? ഇപ്പൊ വാഴയുടെ ഏത്തപ്പഴത്തിനൊക്കെ വില നമുക്ക് കഴിഞ്ഞ് അറിയാം. 20 രൂപയും 30 രൂപയൊക്കെ കൊടുക്കണം. അത് ചെയ്യണവർ പിന്നെ അത് തന്നെ ചെയ്തിട്ടിരിക്കും. ചില സമയത്ത് ലോട്ടറി വില കയറി വരുന്നത്. അതുപോലെ ഇഞ്ചിയുടെ ഒക്കെ അവസ്ഥ. അപ്പൊ അത് കൃത്യമുള്ളൊരു ഡയറക്ഷൻ ആദ്യമേ കൃഷി വകുപ്പും സർക്കാരൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു മെത്തേഡായിരിക്കും ഏറ്റവും നല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല മെത്തേഡായിട്ട് പറയേണ്ടത് സേഫ്റ്റി ആയിട്ട് എന്നുള്ള നല്ല ക്വാളിറ്റി പച്ചക്കറികൾ കൊടുക്കുന്ന ഒരു മെത്തേഡായിരിക്കും. കേരളത്തിലെ കൃഷിക്കും കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ല മെത്തേഡ്. സർക്കാരൊക്കെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഇപ്പൊ ഞാനെ സംബന്ധിച്ചാലും ചില വീട്ടിലൊക്കെ എല്ലാം ലാഭകരമായിട്ടുള്ള മാത്രമല്ല, ലോസ് വരും, ക്ലൈമറ്റ് വേരിയേഷൻ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ സർക്കാരിന്റെ ഒക്കെ സബ്സിഡികളൊക്കെ കിട്ടാവുന്നൊക്കെ മേടിച്ചെടുത്തുകൊണ്ട് ആ ലോസ് നമ്മൾ പരിഹരിക്കുകയാണ് ചെയ്യണത്. ചില സമയത്ത് ലോട്ടറി വില കയറി വരുന്നത്. അതുപോലെ ഇഞ്ചിയുടെ ഒക്കെ അവസ്ഥ ചില സമയത്തൊക്കെ വൻ പരാജയമായിട്ട് മാറും. ലോട്ടറി പോലെയാണ്. അപ്പൊ കൃഷിക്കാർ വിളകളുടെ വൈവിധ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഒരു 3-4 വില ഉണ്ടെങ്കിൽ ഏതെങ്കിലും കയറിക്കൊള്ളും. ഇത് ചീരയൊക്കെ ആണെങ്കിലും ഏതാണെങ്കിലും കഴിക്കാന്നുള്ള ഒരു രീതിയിൽ എന്തും കഴിക്കാന്ന രീതിയല്ല, നമുക്ക് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞ്. അതായത് എല്ലാ ഉൽപ്പന്നത്തിനും ഇപ്പൊ ശർക്കര, എത്ര ടൈപ്പ് ശർക്കര ഉണ്ട്. നമ്മളിപ്പോ കറക്റ്റ് ക്വാളിറ്റിയുള്ള ശർക്കര ഇപ്പോഴും വിൽക്കുന്നത് 150-200 രൂപയ്ക്ക് മേലാണ്. പക്ഷെ 50 രൂപയ്ക്ക് തന്നെ മാർക്കറ്റിലുണ്ട്. എല്ലാത്തിന്റെയും പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം പ്രൊഡക്ഷൻ വില കുറച്ച് എങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും? അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി ഇപ്പൊ നമുക്ക് പച്ചക്കറി കൃഷിയായാലും ഇവിടെ നമ്മൾ നല്ല സുരക്ഷിതമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ട് ഇല്ലേ? അപ്പോൾ അതനുസരിച്ചുള്ള കോസ്റ്റ് എല്ലാത്തിൻ്റെയും കോസ്റ്റ് മനസ്സിലാക്കി ഇന്ന വില വരും, കൃഷിക്കാരോട് ഉൽപ്പാദിപ്പിക്കുന്നത് നിസ്സാരമായിട്ട് ചെയ്യണതല്ല. അപ്പോൾ അതെല്ലാം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വില കൊടുത്തേ മതിയാവും അല്ലേ? നല്ല മീൻ കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മീനൊക്കെ ഇപ്പം എന്ന് വെച്ചാൽ മീനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പം വരാലി ഇപ്പം നേരത്തെ വെച്ചാൽ നാടൻ വരാലിന് വലിയ ഡിമാൻഡാണ്. ഇപ്പോൾ ഹൈബ്രിഡ് വരാൽ വന്നിട്ട് ഇപ്പോൾ വലിയ ഡിമാൻഡ് പോയെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഇല്ലേ? ഇപ്പോൾ ഒരു 4 മാസം കൊണ്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ വരാലുണ്ട്, ചെമ്പല്ലിയുണ്ട്. പക്ഷേ ആൾക്കാർക്ക് കൂടുതലും എനിക്ക് പറഞ്ഞാൽ മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കടൽ മീനുകൾ തന്നെയാണ്. കാരണം ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമല്ല. മത്തിയാണെങ്കിൽ 2 ഓരോക്കെ ആണെങ്കിൽ ഓക്കെയാണ്. മറ്റാകുമ്പോൾ വെട്ടണം, കഴുകണം, ഭയങ്കര പണിയുണ്ട്. മത്തിനെ കുറ്റം പറയുന്നത് അല്ല, മത്തി സാധാരണക്കാരൻ്റെ VIP ഫുഡാണ് മത്തി. ഇപ്പൊ മത്തി എന്നതിന്റെ മാർക്കറ്റിൽ ഒരാഴ്ച വരാനും നോക്ക് 300 രൂപ 400 രൂപ ആയാലും പോയി മേടിക്കും. പറഞ്ഞ ഇത്രയുള്ള മത്തി കിട്ടിയാണെങ്കിൽ ഉണ്ടല്ല വേറെ ലെവല. മത്തി എന്ന് വെച്ചാലേ വേറെ ഏത് മീനും അടുത്താലും മത്തി മടുക്കല, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് വിശക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഓർഗാനിക് ഫാമിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത് ഓർഗാനിക് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് മാറ്റാറുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്? ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്ന കർഷകർ ഉണ്ടാവും. ഒരു 1000 പേരെടുത്തു കഴിഞ്ഞാൽ ഒരു 5-10 പേരൊക്കെ കറക്റ്റായിട്ട് ഓർഗാനിക് മെത്തേഡിൽ പോകുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ ശരിക്കും അത് പറ്റും. അപ്പോൾ അത്ര സ്ട്രെയിൻ എടുക്കണം കേട്ടാ. ഇപ്പോൾ ഓരോ ഉൽപ്പന്നത്തിനും അതേപോലെ വിലക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു മെത്തേഡിൽ ചെയ്യാനായിട്ട് പറ്റും. നഷ്ടം വരാൻ ചാൻസ് ഇല്ലേ? ഓർഗാനിക് അതുപോലെ വിലക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്കത് ആ സിസ്റ്റത്തിലേക്ക് പോകുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഓർഗാനിക് എന്നുള്ളൊരു മെത്തേഡല്ല. അതായത് മണ്ണ് പരിശോധന പ്രകാരമുള്ള വളങ്ങൾ. ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ആവശ്യത്തിന് ചാരം കിട്ടാറുണ്ടോ? ഇല്ല. അതിപ്പോ അടുപ്പുകൾ കത്തിക്കലില്ല. ഇല്ല, എവിടെയുണ്ട്? എവിടെയെങ്കിലും ഉണ്ടാ? ഇപ്പൊ തന്നെ ഗ്യാസിന് ഭയങ്കരമായിട്ട് വില കൂടിയില്ല, കിട്ടാനില്ല. എന്തെടുക്കും? ഇനിയിപ്പോ വിറകിന് വില കൂടും. ഇനിയിപ്പോ ചാരം വരും. ചാരം വരും. ഇനിയാകുമ്പോ ഓർഗാനിക് കൃഷി ചെയ്യാനുള്ള സാധനം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഏത് രാജ്യമായാലും കാർഷിക മേഖലയൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഓർഗാനിക് കൃഷി ആണെങ്കിൽ മൊത്തം ഇതെല്ലാം നിരോധിച്ചാൽ പോരെ? നിരോധിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഭീകരായിരിക്കും. അതല്ല, ഇത് കൃഷി വകുപ്പ് തന്നെ ഭയങ്കര ഡൗട്ടിലുള്ള സാധനമാണ്. ഇത് ഓർഗാനിക് കൃഷിയാണ്, ഏത് തന്നെ പ്രൊമോട്ട് ചെയ്യണമെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ല. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓർഗാനിക് കൃഷി പ്രൊമോട്ട് ചെയ്യും, മറ്റേന്ന് വെച്ചാൽ സേഫ്റ്റി വിറ്റ് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അത് കൃത്യമുള്ളൊരു ഡയറക്ഷൻ ആദ്യമേ കൃഷി വകുപ്പും സർക്കാരൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു മെത്തേഡായിരിക്കും ഏറ്റവും നല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല മെത്തേഡായിട്ട് പറയേണ്ടത് സേഫ്റ്റി വിറ്റ് എന്നുള്ള നല്ല ക്വാളിറ്റി പച്ചക്കറികൾ കൊടുക്കുന്ന ഒരു മെത്തേഡായിരിക്കും. കേരളത്തിലെ കൃഷിക്കും കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ല മെത്തേഡ്. അതായത് മണ്ണറിഞ്ഞ് കൃത്യമായിട്ടുള്ള എന്ത് അതല്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇതെല്ലാം നടക്കുമായിരുന്നു. ഇപ്പൊ പശുവിന് ഏത് തീറ്റയാണ് കൊടുക്കുന്നത്? പണ്ടൊക്കെ ആണെങ്കിൽ എത്രത്തോളം വെറൈറ്റി തീറ്റ തന്നെ നല്ല ക്വാളിറ്റികൾ കൊടുക്കണത്. ഇപ്പൊ എന്താ കൊടുക്കണത്?
അതിനകത്തുനിന്ന് തുടങ്ങുമല്ലേ നമുക്ക് നിസ്സാരല്ലേ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ വെറുതെ പറഞ്ഞിട്ട് പോവാം. ഇപ്പൊ കാര്യത്തിനെടുക്കുമ്പോൾ ഇതൊന്നും ഇപ്പൊ ഔട്ട്പുട്ടിന് ചാണകത്തിന് ക്വാളിറ്റി അല്ലേ ഇല്ല എന്നുള്ളതാണ്. വെറുതെ കമ്പോർഡ് പോലെ കിടക്കും, ഔട്ട്പുട്ട് ഇല്ല. അപ്പം നമ്മൾ പരമാവധി വില ന്യായമായിട്ടുള്ള കിട്ടാവുന്ന സോഴ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം പഴയ മണ്ണല്ല ഉള്ളത്. പ്രത്യേകിച്ച് പ്രളയം കഴിഞ്ഞിട്ട് പല ന്യൂട്രിയൻറ്റും നമ്മുടെ മണ്ണിൻ്റെ നമ്മുടെയൊക്കെ അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത ചൊരിമണലാണ്. അപ്പൊ നല്ല മഴകളൊക്കെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടപ്പോൾ ന്യൂട്രിയന്റ് കംപ്ലീറ്റ് താഴേക്ക് ഇറങ്ങിപ്പോകും. അപ്പൊ ആ മണ്ണിൽ കൊണ്ട് കുറെ ഓർഗാനിക് വളങ്ങൾ മാത്രം ഇട്ട് കഴിഞ്ഞാൽ കൃഷി വിജയിക്കില്ലെന്ന്. അപ്പം മണ്ണ് പരിശോധന പ്രകാരമുള്ള പ്രധാനമായിട്ട് അവിടെയൊക്കെ വരുന്നൊരു ഡെഫിഷ്യൻസി എന്നാൽ ബോറോണിന്റെ ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ട്, പൊട്ടാഷ്യം ഡെഫിഷ്യൻസി ഉണ്ട്, മാഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇപ്പം ലിക്വിഡ് ഫോമിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അതനുസരിച്ചുള്ള വളങ്ങൾ ഇപ്പൊ കാർബണിന്റെ കുറവുണ്ടാവും. അപ്പൊ അതനുസരിച്ചുള്ള വളങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് വെറുതെ ആവശ്യമില്ല കൊടുത്തിട്ട് കാര്യമില്ല. ഇതൊക്കെ നിസാര വിലക്ക് കിട്ടണമല്ല. ഇതൊക്കെ കൂടുതലും പുറം രാജ്യത്ത് നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ചെടിക്ക് മണ്ണിൽ കൊടുത്തുകൊണ്ട് മണ്ണിൽ കൊടുക്കാൻ എന്നെക്കാളും കുറച്ച് ഈസി എന്ന് വെച്ചാൽ ഫോളിയാർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മണ്ണിൽ കൊടുത്തേക്കാളും വളരെ കുറച്ച് മതി ഫോളിയാർ കൊടുക്കാൻ. അത് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു വെള്ളത്തിൽ ഒരു 4-5 ml ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെടി പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പനിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ പനി മാറിയല്ലേ, പെട്ടെന്ന് തന്നെ ചെടിക്ക് എടുക്കാനും ഈൽഡ് കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് നല്ല വിഷരഹിതമായിട്ട് രാസകീടനാശിനി ഉപയോഗിക്കാതുള്ള കൃഷിയായിരിക്കും കേരളത്തിലെ ക്ലൈമറ്റിലെ ഏറ്റവും നന്നായിട്ട് പോകുന്നത്. ഒരു ന്യായമായ വിലക്ക് വിൽക്കാനും കഴിയണം, അല്ലാതെ തീരെ കുറഞ്ഞ വിലക്കൊന്നും വിറ്റ് നമുക്ക് നടക്കത്തില്ല. ഇപ്പോൾ വെണ്ടയ്ക്കാണെങ്കിൽ തന്നെ ഒരു കൃഷിക്കാരൻ ഒരു 40 രൂപ 50 രൂപയ്ക്കെങ്കിലും ഇടയ്ക്കെങ്കിലും നമുക്ക് ഫിക്സഡ് വില കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കാന്ന് ഇതൊക്കെ മേടിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പം കുറേ എല്ലാവരും ഒരു ഉൽപ്പന്നങ്ങൾ മാത്രമല്ല കൃഷി ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഗ്രാമം എടുത്തു കഴിഞ്ഞാൽ പല ഉൽപ്പന്നങ്ങൾ റെഗുലറായിട്ട് ഇത് കിട്ടുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് മേടിക്കും. ആഴ്ച ചന്തകൾ തുടങ്ങണം. ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ സഹായത്തോടുകൂടി മാർക്കറ്റുകളൊക്കെ തുടങ്ങണം. ഗ്രൂപ്പ് ഫാമിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ആണ് കേരളത്തിലൊക്കെ ഉള്ളത്, വ്യക്തികളെക്കാളും കൂടുതൽ. സബ്സിഡി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് വരുന്ന സർക്കാരൊക്കെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഇപ്പം ഞാനെ സംബന്ധിച്ചോളം ചില ഫീൽഡിലൊക്കെ എല്ലാം ലാഭകരമായിട്ടുള്ള മാത്രമല്ല ലോസ് വരും, ക്ലൈമറ്റ് വേരിയേഷൻ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ സർക്കാരിൻ്റെ സബ്സിഡികളൊക്കെ കിട്ടാവുന്നതൊക്കെ മേടിച്ചെടുത്തുകൊണ്ട് ആ ലോസ് നമ്മൾ പരിഹരിക്കുകയാണ് ചെയ്യണത്. ചില ആൾക്കാർ സബ്സിഡീസ് ഉണ്ട്, പക്ഷെ നമുക്ക് കിട്ടത്തില്ല. അതൊക്കെ വെറുതെയാണ്. അതൊക്കെ നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളന്നേ നമ്മൾ കൃത്യമായിട്ട് കിട്ടേണ്ട സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ നമ്മളൊക്കെ പ്രധാനമായിട്ട് ചെയ്യുന്നത് അതിന് വരുമാനമായിട്ട് കണ്ടല്ല നമ്മൾക്ക് ഉണ്ടാകുന്ന നഷ്ടം ലഘൂകരിക്കാനുള്ള ഒരു ടൂളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തരിശൊക്കെ ചെയ്യണമെങ്കിൽ കൃഷി വകുപ്പായിട്ട് ബന്ധപ്പെട്ട് സബ്സിഡി ഉണ്ട്. എപ്പോഴും ചിലപ്പം ആ സമയത്ത് ഉണ്ടായില്ല, അപ്പോൾ അവർക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ റെഡിയാക്കി തരും. അപ്പം അങ്ങനെയുള്ള രീതിക്കൊക്കെ നമ്മൾ പോകാമെന്നുള്ളതാണ്. ഇപ്പം പ്രൊട്ടക്ഷൻ ഇപ്പം നമ്മളെല്ലാം കണ്ട് മനസ്സിലാക്കി ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ മോഡലെന്ന് വെച്ചാൽ പച്ചക്കറി 1-2 ഐറ്റം അല്ലേ ചെയ്യണത്. ഒരു 10-15-20 കേരളത്തിൽ സാധ്യതയുള്ള പച്ചക്കറി നമ്മൾ ചെയ്യും. ഇപ്പോൾ സീസൺ അനുസരിച്ച് തണ്ണിമത്തൻ, പൊട്ടുവളരി അങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യും. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള റംബൂട്ടാൻ, പ്ലാവ്, പപ്പായ അങ്ങനെയുള്ള ഐറ്റംസ് അതും ചെയ്യും. മത്സ്യകൃഷി ചെയ്യും. കേരളത്തിലെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു മിക്സഡ് കൺസെപ്റ്റുള്ള ഫാമിംഗ് ആണ് ഏറ്റവും നല്ലത്. ഇപ്പം എനിക്ക് കൂടുതൽ സ്ഥലമുള്ളതാണെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ഫ്രൂട്ട് പ്ലാന്റ് വലിയ പ്രാധാന്യം കൊടുത്തേനെ. റംബൂട്ടാൻ അസാധ്യതയാണ്, മറ്റുള്ള സ്റ്റേറ്റ് വിളയത്തില്ല. ചക്കക്ക് വലിയ സാധ്യതയാണ്, വിദേശത്തൊക്കെ വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. പണ്ടൊക്കെയാണ് നമ്മൾ ചക്ക കഴിക്കണമെങ്കിൽ എന്തെല്ലാം സാധ്യത, എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഉള്ളത്, ഭയങ്കര സാധ്യതയാണ്. അപ്പൊ കേരളത്തിൽ ഇതൊക്കെ അടിപൊളിയായിട്ട് വിളയുന്നുണ്ടെങ്കിൽ വേറെ ഈ മുന്തിരി പോലുള്ള വിളകളൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല, പരാജയപ്പെടും. കേരളത്തിൽ നല്ല ഈൽഡ് കിട്ടാൻ നല്ല സാധ്യതയുള്ള ഫ്രൂട്ട് മാത്രം ചെയ്യും. അല്ലാതെ ഇപ്പം വാഴ മാത്രം ചെയ്യുന്ന സ്ഥലത്ത് കുറെ വാഴ വെച്ചിട്ട് കാര്യമുണ്ടാ അല്ലേ? ഇപ്പൊ വാഴയുടെ ഏത്തപ്പഴത്തിനൊക്കെ വില നമുക്ക് കഴിഞ്ഞ് അറിയാം. 20 രൂപയും 30 രൂപയൊക്കെ കൊടുക്കണം. അത് ചെയ്യണവർ പിന്നെ അത് തന്നെ ചെയ്തിട്ടിരിക്കും. ചില സമയത്ത് ലോട്ടറി പോലെ വില കയറി വരുന്നുണ്ട്. അതുപോലെ ഇഞ്ചിയുടെ ഒക്കെ അവസ്ഥ ചില സമയത്തൊക്കെ വൻ പരാജയമായിട്ട് മാറും, ലോട്ടറി പോലെയാണ്. അപ്പൊ കൃഷിക്കാർ വിളകളുടെ വൈവിധ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3-4 വില ഉണ്ടെങ്കിൽ ഏതെങ്കിലും കയറി കൊള്ളും. ഇപ്പൊ നമ്മുടെ രീതി അതാണ്. എവിടെയെങ്കിലും 1-2 ഐറ്റത്തിന് വില താഴെ പോയാലും മറ്റുള്ളത് കയറി പിടിച്ച് കറക്റ്റ് ചെയ്ത് പോകും. ഇപ്പം കേരളത്തിൽ നോക്കുമ്പോൾ എല്ലാ ഐറ്റത്തിനും ഒരേപോലെ വില താഴെ പോകാറില്ല. എവിടെയെങ്കിലും കയറി പിടിച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് പോകും. അപ്പം അങ്ങനത്തെ ഒരു മോഡലാണ് നമ്മൾ നടപ്പാക്കുന്നത്. ചേട്ടൻ്റെ വീട്ടിൽ പച്ചക്കറി പുറത്തുനിന്ന് മേടിക്കാറില്ലല്ലോ? ഞാൻ വീട്ടിൽ തിരിവാണ് ഉപയോഗിക്കുന്നത്. നല്ല ഉപയോഗിക്കണതല്ല, തിരിവ്. പുഴു കുത്തിയതും വളഞ്ഞും പുറഞ്ഞതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. നമ്മുടെ ജോലിക്കാർക്കൊക്കെ അത് കൊണ്ടുപോകാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. എന്തിനാണ് നല്ലത്? നമ്മളൊക്കെ ഈ ഒരു മോഡൽ നല്ല സേഫായിട്ടുള്ള ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു 20% ഡാമേജ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഒന്നും അറിയാമല്ല.
നിങ്ങൾക്കൊക്കെ ഏറ്റവും പുഴു ഉണ്ടെങ്കിൽ എല്ലാം കിള്ളിക്കളഞ്ഞ് എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളാണ് എല്ലാം വരുന്നത്. പക്ഷേ 20% ഡാമേജ് ഉണ്ട്. അപ്പം കുക്കുമ്പർക്ക് വില ബാറിലൊക്കെ കുറേയൊക്കെ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് വളഞ്ഞൊക്കെ ബാറിലൊക്കെ കൊടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും, അരിഞ്ഞു കൊടുക്കാൻ കൊടുക്കും, പിന്നെ പോത്തിന് കൊടുക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ല നമുക്കങ്ങനെ എപ്പോഴും മേടിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും നമ്മുടെ അതിൻ്റെ ഐറ്റായിരിക്കും ഒരു നേരം 2 കറിയേ വീട്ടിലുണ്ടാകാറുള്ളൂ. ഒരു മീൻ നമുക്ക് മസ്റ്റാണ്. കറി 2 ഉണ്ടാറുള്ളൂ. പണ്ടും അങ്ങനെ തന്നെയാണ്. ഒരുപാട് കറി നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. നമ്മൾ നമ്മുടെ വരുമാനം അനുസരിച്ച് ചിലവാക്കുക എന്നുള്ളതാണ്. അല്ല വെറുതെ എന്തെങ്കിലും ഇച്ചിരി വരുമാനം കിട്ടിയെന്ന് പറഞ്ഞ് വെറുതെ ആർഭാടം കാണിച്ചിട്ട് കാര്യമില്ല. ഈ മലയാളം പ്രത്യേകമാണ് ആർഭാടം കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ വരവനുസരിച്ച് ചിലവാക്കിയില്ലെങ്കിൽ ഏതൊരു സംരംഭമായാലും നമുക്ക് പരാജയപ്പെടും അല്ലേ. അപ്പം അതനുസരിച്ച് മാറ്റി അല്ലേ പൈസ കൺവെർട്ട് ചെയ്ത് മാറ്റുക, എപ്പോഴും ടൈറ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോഴേക്കും ചില കടകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഓർഗാനിക് ആണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് മേടിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഫേക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? എപ്പോഴും അത് ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് അതിനകത്ത് ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് കുറച്ച് ലാബ് ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതാകുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിന് നല്ല ആഹാരം കുറേയെങ്കിലും കിട്ടാനായിട്ട് പറ്റണം. അല്ലാതെ നമ്മൾ വെറുതെ വായി കൊണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ രീതിക്കുള്ള രീതി ഏറ്റവും നല്ലതായിരിക്കും. അല്ല വെറുതെ അത് വേറെ അതിനകത്ത് കോമഡിയൊന്നും ഇല്ല. അപ്പം ആ രീതിക്ക് കൂടുതൽ ലാബുകൾ സർക്കാർ ഇടപെടൽ കർശനാക്കിക്കൊണ്ട് വരണം. ഇത്തിരി സർക്കാർ ചില പ്രതിസന്ധി ഉണ്ടാവും, വിലക്കയറ്റമൊക്കെ വരും. പക്ഷെ അങ്ങനത്തെ ഒരു ഭരണ സംവിധാനം ഹോസ്പിറ്റലുകളല്ല കേരളത്തിൽ വളരേണ്ടത്. വലിയ ഹോസ്പിറ്റലുകളല്ല, ഹോസ്പിറ്റലിൽ കുറച്ച് മതി. നല്ല ഫുഡ് ആൾക്കാരെ നല്ല ആഹാരം കഴിക്കാവുന്ന രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ സെലിബ്രിറ്റീസിനെ ഉപയോഗിക്കാം ഇല്ലേ. സർക്കാരിന്റെ പരിപാടിക്ക് ഉൾപ്പെടെ അല്ലെ കൃഷി വകുപ്പിന്റെ പരിപാടിക്ക് ഉൾപ്പെടെ ഒരുപാട് സെലിബ്രിറ്റീസിനെ വിളിക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കണം. ഏത് കേരളത്തിലെ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല പച്ചക്കറികൾ കഴിക്കാൻ അവരെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുക ഇല്ല. അവരൊക്കെ പറയുമ്പോൾ ജനം പെട്ടെന്ന് എടുക്കും. അതാണ് ഈ വലിയ വലിയ കോടികളൊക്കെ മുടക്കി ഈ സെലിബ്രിറ്റീസിനെ കൊണ്ടൊന്ന് പരസ്യം ചെയ്യിക്കേണ്ട കാര്യത. അപ്പോൾ സംസ്ഥാന സർക്കാർ പറയാണ്, മമ്മൂട്ടി സാറേ ഒന്ന് നല്ലൊരു പരസ്യം കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ മേടിക്കണമെന്നും അവരുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണെന്നും അല്ലേ ഇത് ആരോഗ്യം സംരക്ഷിക്കപ്പെടുമെന്നും മമ്മൂട്ടി മോഹൻലാലൊക്കെ പറയണമെങ്കിൽ ഏത് ലെവലിൽ പോയ കാര്യങ്ങൾ കേൾക്കും, ഭയങ്കരമായിട്ട് കേൾക്കും. അല്ല അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഏത് ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെറിയ രീതിയിൽ തന്നെ ഒരു കേരളം മുഴുവൻ വേണ്ടെന്നേ. ഒരു ജില്ലയിൽ ഏതൊരു പദ്ധതി നടപ്പാക്കിയാലും കേരളം മുഴുവൻ പോകരുത്. ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് നടപ്പാക്കി സക്സസ് ആണ്ട് വരുമ്പോഴൊക്കെ മനസ്സിലായിക്കൊണ്ട് വേണം അടുത്ത രീതിയിലേക്ക് പോകാൻ വേണ്ടി. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളല്ല വേണ്ടത്. കാര്യമായിട്ട് ഫീൽഡിൽ കാര്യമായിട്ട് കൃഷിക്കാർക്ക് മാറ്റമുണ്ടാകുന്ന, ഇവിടെ ജനങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കാവുന്ന, ജനങ്ങൾക്ക് മാറ്റമുണ്ടാകുന്ന പദ്ധതികളായിരിക്കണം വേണ്ടത്. ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. നടക്കണമെന്ന് അല്ലെ. ഇപ്പം നടന്നില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ വലിയ ദുരിതത്തിലേക്കായിരിക്കും പോകണം. ഹോസ്പിറ്റലിൽ പിന്നെയും കൂടും, വേറെ കുഴപ്പമൊന്നുമില്ല. രോഗികളെ കൊണ്ട് നിറയും. ഇവിടെ അവസാനം വരാതുണ്ട് കുറേ യുവാക്കളൊക്കെ ഇവിടുന്ന് നാട് വിട്ടുപോയി. അവർക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ നിൽക്കുള്ളൂ. ടൂറിസം വളർന്നല്ലേ യുവാക്കളോട് നിൽക്കുള്ളൂ. എല്ലാവരും പോകും. കുറെ സീനിയറുള്ള ആൾക്കാർ മാത്രം തമ്പടിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ മാറും. അപ്പോൾ അതിന് ഭരണകർത്താക്കളൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. മാറ്റം വരുത്തുമ്പോൾ കുറച്ച് കല്ലറയൊക്കെ ഉണ്ടാവും. അതിനെ കവർ ചെയ്യാവുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ സമയത്ത് ശ്രീനിവാസൻ ചേട്ടൻ എങ്ങനെ ഓർക്കുന്നു? കാർഷിക മേഖലയിലൊക്കെ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ ലാസ്റ്റ് സമയത്ത് വരെയൊക്കെ കാർഷിക മേഖലയിലൊക്കെ നന്നായിട്ട് സജീവമായിട്ട് ഇടപെട്ടാൽ നമ്മൾ പ്രധാനമായിട്ടും ജൈവ കൃഷിക്ക് പ്രൊമോട്ട് ചെയ്യുക ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും വേണം. ഇപ്പോൾ മോഹൻലാൽ സാറായാലും മമ്മൂട്ടി സാറായാലും ഒക്കെ കൃഷിക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ അവരെയൊക്കെ കുറച്ചുകൂടെ പ്രയോജനപ്പെടുത്തി ഒരു ബ്രാൻഡ് അംബാസഡർ ആക്കണമെങ്കിൽ അങ്ങനെ ഒരു മഞ്ജു വാര്യർ ചേച്ചിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ല, അത് വന്നപ്പോൾ ഒരുപാട് മാറ്റം വന്നു. ടെറസ് കൃഷിക്ക് വലിയ പ്രാധാന്യം വന്നു. അപ്പം ജനങ്ങളൊക്കെ അത്ര സ്വാധീനിക്കുന്നവരാണ് സെലിബ്രിറ്റികൾ അല്ലേ. അപ്പോൾ അതല്ല ഇപ്പം വലിയ വലിയ കൃഷി വകുപ്പിൻ്റെ പഠിക്കാനും സെലിബ്രിറ്റീസിനെ കൊണ്ടാ ഫ്രണ്ട് ഇരുത്തും, കൃഷിക്കാരെ കൊണ്ട് ബാക്കി ഇരുത്തും. യഥാർത്ഥ കാർഷിക മേഖല ഒരു പണി നടത്തുമ്പോൾ സെലിബ്രിറ്റി പ്രധാനപ്പെട്ട കൃഷിക്കാരായിരിക്കണം. അവരുടെ വാക്കുകൾ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതായിരിക്കണം അല്ലേ. അങ്ങനെയുള്ളൊരു കർഷകൻ വന്ന് സംസാരിക്കുമ്പോൾ കേൾക്കാൻ ജനം കൂടണം, വിജയഗാഥ കേൾക്കാൻ ജനം കൂടണം. അപ്പം അങ്ങനത്തെ ഒരു കാലത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.
ഇപ്പോൾ പുറം രാജ്യത്ത് പോയിട്ട് ഫാമിൽ പണിയെടുക്കുന്ന ആളുടെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അയാൾക്ക് അവിടെ കിട്ടുന്നത് ഭയങ്കര സാലറിയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പശുവിന്റെ ഫാമിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ പണിയെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിന് ഇരട്ടിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താള് ചെയ്യുന്നു എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. പക്ഷെ അത് ആൾക്കാരിലേക്ക് ആളെ എത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ ആ ഒരു ഫാമിലെ ആ ഒരു രീതികളും അവിടുത്തെ ചേട്ടൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ രീതികളും തമ്മിൽ എന്താണ് ഒരു കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങളുള്ളത്? അവിടെ പ്രത്യേകിച്ചും